ഹായ്, അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഞാനിന്ന് വീഡിയോയിലെത്തിയിട്ടുള്ളത് ഒക്ടോബർ 31 വെള്ളിയാഴ്ച എന്ന ചന്ദ്രികയിൽ പാഠമുദ്ര പേജിൽ വന്നിട്ടുള്ള ഒരു റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടാണ്. നാളെ നവംബർ 1 കേരളപ്പിറവി ദിനമാണ്. അതിനോടനുബന്ധിച്ച് ഒരു റിപ്പോർട്ടുണ്ട് ഇന്നത്തെ ചന്ദ്രികയിൽ. അത് നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കാനാണ് ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളത്. നാളെ കേരളപ്പിറവി. ഐക്യ കേരളം രൂപീകൃതമായിട്ട് 69 വർഷം തികയുന്നു. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനം രൂപീകരിക്കുന്നതിൻ്റെ ഭാഗമായി 1956 നവംബർ 1 തിരുകൊച്ചിയും മലബാറും ചേർന്ന് കേരളം രൂപം കൊണ്ടത്. കേരളം പിറവി കൊള്ളുമ്പോൾ 5 സംസ്ഥാനങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. നമുക്ക് ഭരണത്തലവന്മാരെന്ന് പരിചയപ്പെടാം. പ്രിയങ്കരനായ ഷാക്കിർ നോട്ടിക്കലിൻ്റെ ലേഖനമാണ് ഇന്ന് ചന്ദ്രികയിൽ എത്തിയിട്ടുള്ളത്. ഭരണത്തലവന്മാരെന്ന് പരിചയപ്പെടാം. രാജ്യ ഭരണത്തിൻ്റെ തലവൻ രാഷ്ട്രപതിയെങ്കിൽ ഗവർണർമാരാണ് സംസ്ഥാന ഭരണത്തിൻ്റെ തലവന്മാർ. അവരുടെ പേരിലാണ് എല്ലാ പ്രവർത്തനങ്ങളും നടത്തുന്നത്. സ്വാതന്ത്ര്യാനന്തരം 25 ഗവർണർമാർ കേരളത്തെ നയിച്ചു. കേരളപ്പിറവിയുടെ പശ്ചാത്തലത്തിൽ ഗവർണർമാരെക്കുറിച്ച് നമുക്കൊന്ന് കേട്ടു നോക്കാം. ഭരണഘടനാ പ്രകാരം സംസ്ഥാനങ്ങളുടെ ഭരണത്തലവൻ ഗവർണറാണ്. ഗവർണറുടെ പേരിലാണ് എല്ലാ നിർവാഹക പ്രവർത്തനങ്ങളും നടത്തുന്നത്. നിയമസഭയിൽ പാസ്സാക്കുന്ന ബില്ലുകൾ നിയമസഭ നിയമമാകുന്നത് ഗവർണർ ഒപ്പിടുന്നതോടു കൂടിയാണ്. സർവകലാശാലകളുടെ ചാൻസലർ കൂടിയായ ഗവർണർമാർക്ക് പ്രസിഡന്റ് ഭരണം ഏർപ്പെടുത്തുമ്പോൾ കേന്ദ്രത്തിനു വേണ്ടി സംസ്ഥാന ഭരണം നടത്തേണ്ട അധികാരമുണ്ട്. കേരളത്തിലെ ഗവർണർമാരെ ഒന്ന് പരിചയപ്പെടാം. ബി രാമകൃഷ്ണ റാവു 1956 നവംബർ 22, 1960 ജൂലൈ 1 കാലയളവിലാണ്. ബി രാമകൃഷ്ണ റാവുവാണ് കേരളത്തിൻ്റെ ആദ്യ ഗവർണർ. ഹൈദരാബാദ് സംസ്ഥാനത്തിൻ്റെ ആദ്യത്തെ തിരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിയായിരുന്നു ബി രാമകൃഷ്ണ റാവു. ഉത്തർപ്രദേശിൻ്റെ 4ാമത്തെ ഗവർണർ കൂടിയാണ്. 1899 മാർച്ച് 13 ആന്ധ്രാപ്രദേശിലെ പടക്കല്ല് ഗ്രാമത്തിൽ ജനിച്ചു. 1967 സെപ്റ്റംബർ 15 അദ്ദേഹം അന്തരിച്ചു. അടുത്തത് വി ഗിരി 1960 ജൂലൈ 1 മുതൽ 1965 ഏപ്രിൽ 2 വരെ. സ്വതന്ത്ര ഇന്ത്യയുടെ 4ാമത്തെ രാഷ്ട്രപതിയായിരുന്നു. വരാഹഗിരി വെങ്കിടഗിരി കേരളം, ഉത്തർപ്രദേശ് സംസ്ഥാനങ്ങളുടെയും മൈസൂരിൻ്റെയും ഗവർണറായി പ്രവർത്തിച്ചിട്ടുണ്ട്. 1894 ആഗസ്റ്റ് 10 ബൽഹാംപൂരിലാണ് ജനിച്ചത്. 1980 ജൂലൈ 23 ചെന്നൈയിൽ അദ്ദേഹം അന്തരിച്ചു. അടുത്ത ആൾ അജിത് പ്രസാദ് ജെയിൻ 1965 ഏപ്രിൽ 2, 1966 ഫെബ്രുവരി 6 യു പിയിലെ കോൺഗ്രസ് കമ്മിറ്റി ചെയർമാനും കേന്ദ്രമന്ത്രിയുമായിരുന്ന അജിത് പ്രസാദ് ജെയിൻ കേരള ഗവർണറായിരുന്നു. നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ പങ്കെടുത്ത അദ്ദേഹം 1952 നെഹ്റു മന്ത്രിസഭയിൽ പുനരധിവാസ വകുപ്പ് മന്ത്രിയായിരുന്നു. 1902 ഒക്ടോബറിൽ ഉത്തർപ്രദേശിലെ സഹാൻപൂരിൽ ജനിച്ചു. 1977 ഡിസംബർ 31 അദ്ദേഹം അന്തരിച്ചു. ഭഗവാൻ സഹായ് 1966 ഫെബ്രുവരി 6, 1967 മെയ് 15 കേരള ഗവർണറായി സേവനമനുഷ്ഠിച്ച ഭഗവാൻ സഹായ് ICS ഉദ്യോഗസ്ഥനായിരുന്നു. ഗവർണർമാരുടെ കമ്മിറ്റിയുടെ തലവനായും പ്രവർത്തിച്ച അദ്ദേഹത്തെ രാഷ്ട്രം പത്മഭൂഷൺ നൽകി ആദരിച്ചിട്ടുണ്ട്. 1967 മെയ് 15 കേരള ഗവർണർ സ്ഥാനം കഴിഞ്ഞത് മുതൽ 1973 ജൂലൈ 3 വരെ ജമ്മു കാശ്മീർ ഗവർണറായി ചുമതല വഹിച്ചിട്ടുണ്ട്. അടുത്തത് വി വിശ്വനാഥൻ 1967 മെയ് 15 മുതൽ 1973 ഏപ്രിൽ 1 വരെ
അദ്ദേഹത്തിൻ്റെ കാലയളവ്. കേരളത്തിൻ്റെ ഗവർണറായ ആദ്യ മലയാളിയാണ്. പാലക്കാട് ജില്ലയിലെ തൃക്കടേരിയിൽ നിന്നും 1909 ജനുവരി 25 ജനനം. 1987 ജനുവരി 16 അദ്ദേഹം അന്തരിച്ചു. അടുത്തത് NN വാഞ്ചു. 1973 ഏപ്രിൽ 1 മുതൽ 1977 ഒക്ടോബർ 10 വരെ കേരള മധ്യപ്രദേശ് ഗവർണറായി സേവനമനുഷ്ഠിച്ച നിരഞ്ജൻ നാഥ് വാഞ്ചു ലാഹോർ ഗവൺമെൻറ് കോളേജ്, ക്രംബ്രിഡ്ജ്, കിങ്സ് കോളേജ്, ഇംഗ്ലണ്ടിലെ റോയൽ കോളേജ് ഓഫ് ഡിഫൻസ് എന്നിവിടങ്ങളിൽ പഠനം നടത്തി. IAS ഉദ്യോഗസ്ഥൻ കൂടിയായിരുന്ന അദ്ദേഹം രാജ്യരക്ഷാ മന്ത്രാലയത്തിലെ സെക്രട്ടറിയായും പ്രവർത്തിച്ചിട്ടുണ്ട്. 1972 ഇൻഡസ്ട്രിയൽ കസ്റ്റംസ് ആൻഡ് പ്രൈസസ് ബ്യൂറോയുടെ ചെയർമാനായി വിരമിച്ചു. അടുത്തത് ജ്യോതി വെങ്കടാചലം. 1977 ഒക്ടോബർ 14 മുതൽ 1982 ഒക്ടോബർ 27 വരെ കേരള ഗവർണറായിരുന്ന ജ്യോതി വെങ്കടാചലം മന്ത്രിപദവും അലങ്കരിച്ചിട്ടുണ്ട്. തമിഴ്നാട്ടിലാണ് ജ്യോതി വെങ്കടാചലം ജനിച്ചത്. അടുത്തത് P. രാമചന്ദ്രൻ. 1982 ഒക്ടോബർ 27 മുതൽ 1988 ഫെബ്രുവരി 23 വരെ കേരള ഗവർണറായിരുന്ന അദ്ദേഹം തമിഴ്നാടിനെ പ്രതിനിധീകരിച്ച് പാർലമെൻറ്റിലെത്തി. 1921 ജൂലൈ 11 ജനനം. 1977 ചെന്നൈ സെൻട്രൽ മണ്ഡലത്തിൽ നിന്നും ജനതാ പാർട്ടി പ്രതിനിധിയായി വിജയിച്ചു. 2001 മെയ് 23 അദ്ദേഹം അന്തരിച്ചു. അടുത്തത് രാം ദുലാരി സിൻഹ. 1988 ഫെബ്രുവരി 23 മുതൽ 1990 ഫെബ്രുവരി 12 വരെ സ്വാതന്ത്ര്യസമര സേനാനിയും കോൺഗ്രസ് പാർലമെൻറ്റേറിയനുമായ രാം ദുലാരി സിൻഹ ബീഹാർ നിയമസഭയിലും ലോക്സഭയിലും അംഗമായി. 1922 ഡിസംബർ 8 ബീഹാറിലെ ഗോപാൽഗഞ്ചിലാണ് ജനനം. 1994 ഓഗസ്റ്റ് 31 ന്യൂഡൽഹിയിൽ അദ്ദേഹം അന്തരിച്ചു. അടുത്തത് സ്വരൂപ് സിംഗ്. 1990 ഫെബ്രുവരി 12 മുതൽ 1990 ഡിസംബർ 20 വരെ വിദ്യാഭ്യാസ വിചക്ഷണനും രാഷ്ട്രീയ നേതാവുമായിരുന്ന അദ്ദേഹം ഡൽഹി സർവകലാശാലയുടെ വൈസ് ചാൻസലറായും രാജ്യസഭാ അംഗവുമായിരുന്നു. കേരളത്തിന് പുറമെ ഗുജറാത്തിൻ്റെയും ഗവർണറായിരുന്നു. ഹരിയാനയിലെ രോഹ്ടക് ജില്ലയിലെ സാങ്കി എന്ന ഗ്രാമത്തിൽ ജനിച്ച സ്വരൂപ് സിംഗ് 2003 അദ്ദേഹം അന്തരിച്ചു. അടുത്തത് രാജയ്യ. 1990 ഡിസംബർ 20 മുതൽ 1994 നവംബർ 9 വരെ കേരളത്തിന് പുറമെ ഹിമാചൽ പ്രദേശ് ഗവർണർ, കർണാടക മുൻ MLA തുടങ്ങിയ നിലകളിൽ പ്രവർത്തിച്ച രാജയ്യ കർണാടകയിലാണ് ജനിച്ചത്. അടുത്തത് P. ശിവശങ്കർ. 1994 നവംബർ 12 മുതൽ 1996 മെയ് 1 വരെ ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി മന്ത്രിസഭകളിൽ വിദേശകാര്യ, നിയമ, പെട്രോളിയം മന്ത്രിയായി സേവനമനുഷ്ഠിച്ച ശിവശങ്കരൻ കേരളത്തിന് പുറമെ സിക്കിമിൻ്റെയും ഗവർണറായിട്ടുണ്ട്. അടുത്തത് ഖുർഷിദ് ആലം ഖാൻ. 1996 മെയ് 5 മുതൽ 1997 ജനുവരി 25 വരെ 1919 ഫെബ്രുവരി 5 ഉത്തർപ്രദേശിലെ ഫറൂഖാബാദ് ജില്ലയിലെ പിതൗറ ഗ്രാമത്തിൽ ജനിച്ചു. കേരളത്തിന് പുറമെ 1991 മുതൽ 8 വർഷം കർണാടക ഗവർണറായിരുന്നു ഖുർഷിദ് ആലം ഖാൻ. അടുത്തത് സുഖ്ദേവ് സിംഗ് കാങ്. 1997 ജനുവരി 25 മുതൽ 2002 ഏപ്രിൽ 18 വരെ കേരളത്തിന് പുറമെ പഞ്ചാബ് ആൻഡ് ഹരിയാന ഹൈക്കോടതി ഗവർണറായി സേവനമനുഷ്ഠിച്ചു. സുഖ്ദേവ് സിംഗ് കാങ് 1931 മെയ് 15 അദ്ദേഹം ജനിച്ചത്. അടുത്തത് സിക്കന്ദർ ഭക്ത്. 2002 ഏപ്രിൽ 18 മുതൽ 2004 ഫെബ്രുവരി 23 വരെയാണ് അദ്ദേഹത്തിൻ്റെ കാലയളവ്.
അതുകൂടാതെ 18 ഓഗസ്റ്റ് 24 ഡൽഹിയിൽ ജനിച്ച സിക്കന്ദർ ഭക്ത് 2002 ഏപ്രിൽ 18 2004 ഫെബ്രുവരി 23 കാലയളവിൽ കേരള ഗവർണറായിരുന്നു. 2004 ഫെബ്രുവരി 23 അദ്ദേഹം അന്തരിച്ചത്. അടുത്തത് TN ചതുർവേദി 2004 ഫെബ്രുവരി 25 മുതൽ 2004 ജൂൺ 23 വരെ. അതുകൂടാതെ 28 ജനുവരി 18 ജനിച്ചു. ചതുർവേദിക്ക് 1990 പത്മവിഭൂഷൺ പുരസ്കാരം ലഭിച്ചു. കേരളത്തിന് പുറമെ കർണാടക ഗവർണറായും സേവനം ചെയ്തിട്ടുണ്ട്. അടുത്തത് RL ഭാട്ടിയ 2004 ജൂൺ 23 മുതൽ 2008 ജൂലൈ 10 വരെ. RL ഭാട്ടിയ എന്ന രഘുമുണ്ടൻ ലാൽ ഭാട്ടിയ 1921 ജൂലൈ 3 ജനിച്ചു. കേരള ഗവർണർ സ്ഥാനം ഒഴിഞ്ഞ ശേഷം 2008 ജൂലൈ 10 വരെ ബീഹാർ ഗവർണറായും സേവനമനുഷ്ഠിച്ചു. അടുത്തത് RS ഗവായ് 2008 ജൂലൈ 11 മുതൽ 2011 സെപ്റ്റംബർ 2 വരെ. രാമകൃഷ്ണ സൂര്യഭാൻ ഗവായി എന്ന RS ഗവായ് ബീഹാർ, സിക്കിം എന്നീ സംസ്ഥാനങ്ങളുടെയും ഗവർണറായിരുന്നു. അടുത്തത് MOH ഫാറൂഖ് 2011 സെപ്റ്റംബർ 8 മുതൽ 2012 ജനുവരി 26 വരെയാണ് അദ്ദേഹത്തിൻ്റെ കാലയളവ്. കേരളത്തിൻ്റെ 19ാമത് ഗവർണറായിരുന്ന MO ഹസൻ ഫാറൂഖ് മരിക്കാർ എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ടത്. രാജ്യത്തെ ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ മുഖ്യമന്ത്രിയായ വ്യക്തിയായിരുന്നു ഇദ്ദേഹം. 29ാം വയസ്സിലാണ് ഇദ്ദേഹം ആദ്യമായി മുഖ്യമന്ത്രിയായത്. പോണ്ടിച്ചേരിയിൽ നിന്ന് 3 തവണ MP ആയി. സൗദി അറേബ്യയിലെ ഇന്ത്യൻ അംബാസഡറായും പ്രവർത്തിച്ചിട്ടുണ്ട്. അതുകൂടാതെ 37 സെപ്റ്റംബർ 6 പോണ്ടിച്ചേരിയിലാണ് ജനിച്ചത്. 2012 ജനുവരിയിൽ ചെന്നൈയിൽ അദ്ദേഹം അന്തരിച്ചു. അടുത്തത് ഹൻസരാജ് ഭരദ്വാജ് 2012 ജനുവരി 26 മുതൽ 2013 മാർച്ച് 22 വരെയാണ് കാലയളവ്. അതുകൂടാതെ 37 മെയ് 17 ജനിച്ച ഭരദ്വാജ് കേരളത്തിന് പുറമെ കർണാടകയുടെയും ഗവർണറായി സേവനമനുഷ്ഠിച്ചു. അടുത്തത് നിഖിൽ കുമാർ 2013 മാർച്ച് 23 മുതൽ 2014 മാർച്ച് 10 വരെ. 1941 ജൂലൈ 15 ബീഹാറിലെ വൈശാലിയിൽ ജനിച്ച നിഖിൽ കുമാർ IPS ഉദ്യോഗസ്ഥനായിരുന്നു. പാർലമെൻറ്റ് അംഗം കൂടിയായ അദ്ദേഹം 1978 1985 രാഷ്ട്രപതിയുടെ പോലീസ് മെഡലിന് അർഹനായിട്ടുണ്ട്. 2013 മാർച്ച് 23 കേരള ഗവർണറായത്. അടുത്തത് ഷീല ദീക്ഷിത് 2014 മാർച്ച് 11 മുതൽ 2014 സെപ്റ്റംബർ 4 വരെ. ഡൽഹി മുഖ്യമന്ത്രിയായിരുന്ന ഷീല ദീക്ഷിത് 2014 മാർച്ച് 11 2014 സെപ്റ്റംബർ 4 വരെയുള്ള കാലയളവിലാണ് കേരള ഗവർണറായത്. മുതിർന്ന കോൺഗ്രസ് നേതാവായിരുന്ന ഷീല ദീക്ഷിത് ഏറ്റവും കൂടുതൽ തവണ ഡൽഹി ഭരിച്ച മുഖ്യമന്ത്രി, 2 തവണ കേന്ദ്രമന്ത്രിയായിട്ടുണ്ട്. പഞ്ചാബിലെ കപൂർത്തലയിൽ 1938 മാർച്ച് 31 ജനനം. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് 2019 ജൂലൈ 20 അന്തരിച്ചു. അടുത്തത് P സദാശിവം 2014 സെപ്റ്റംബർ 5 മുതൽ 2019 സെപ്റ്റംബർ 5 വരെ. 1949 ഏപ്രിൽ 27 തമിഴ്നാട്ടിലെ ഈറോഡ് ജില്ലയിലെ ഭഗവാനിൽ പളനി സ്വാമിയുടെയും നച്ചി അമ്മിഷയുടെയും മകനായി ജനിച്ചു. 2014 സെപ്റ്റംബർ 5 കേരള ഗവർണറായത്. ഇന്ത്യയുടെ 40ാമത്തെ ചീഫ് ജസ്റ്റിസായിരുന്നു. അടുത്തത് ആരിഫ് മുഹമ്മദ് ഖാൻ 2019 സെപ്റ്റംബർ 6 മുതൽ 2024 ഡിസംബർ 24 വരെയാണ് അദ്ദേഹത്തിൻ്റെ കാലാവധി. 2019 മുതൽ 2024 വരെ കേരള ഗവർണറായി പ്രവർത്തിച്ച ഡോക്ടർ
ആരിഫ് മുഹമ്മദ് ഖാൻ നിലവിൽ ബീഹാർ ഗവർണറാണ്. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ച അദ്ദേഹം മുൻ കേന്ദ്രമന്ത്രിയായിരുന്നു. 1951 നവംബർ 18 ഉത്തർപ്രദേശിലെ ബൂലന്ദ് ഷഹറിലാണ് ജനനം. അടുത്തത് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ 2025 ജനുവരി 2 മുതൽ ആണ് ഇപ്പോൾ നിലവിൽ ഗവർണറായി ഇരിക്കുന്നത്. 1954 ഏപ്രിൽ 23 പനാജിയിൽ ജനിച്ച അർലേക്കർ ബീഹാർ ഹിമാചൽ പ്രദേശ് ഗവർണറായിരുന്നു. ഗോവ സർക്കാരിൽ ക്യാബിനറ്റ് മന്ത്രിയായും സ്പീക്കറായും സേവനമനുഷ്ഠിച്ചു. കേരളത്തിൻ്റെ നിലവിലെ ഗവർണറാണ് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. ഇതാണ് കേരളത്തിൻ്റെ ഗവർണർമാരുടെ ഒരു ചരിത്രം. ഇന്ന് നമ്മുടെ ചന്ദ്രികയിൽ നാളെ കേരളപ്പിറവി ദിനത്തോടനുബന്ധിച്ച് ഈ ചന്ദ്രയിൽ വന്ന റിപ്പോർട്ട് നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കാൻ കഴിഞ്ഞത് വലിയ സന്തോഷമായി കണക്കാക്കുകയാണ്. ഐക്യകേരളം രൂപീകൃതമായിട്ട് 69 വർഷം തികയുകയാണ്. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനം രൂപീകരിക്കുന്നതിൻ്റെ ഭാഗമായി 1956 നവംബർ 1 തിരുകൊച്ചിയും മലബാറും ചേർന്ന് കേരളം രൂപം കൊണ്ടത്. കേരളം പിറവി കൊള്ളുമ്പോൾ 5 സംസ്ഥാനങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഏതായാലും ഇന്നത്തെ ഒരു റിപ്പോർട്ട് നാളത്തെ കേരളപ്പിറവി ദിനത്തോടനുബന്ധിച്ച് നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കാൻ കഴിഞ്ഞത് വലിയ സന്തോഷമായി കണക്കാക്കുകയാണ്. അഡ്വാൻസായി നാളെ നവംബർ 1 കേരളപ്പിറവി ദിന ആശംസകൾ അഡ്വാൻസായി നേർന്നുകൊണ്ട് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ, നമ്മുടെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രമിക്കണം, മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും ശ്രമിക്കണം എന്ന് കൂടി സമയത്ത് ഉണർത്തുകയാണ്. വീണ്ടും നല്ലൊരു വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നത് വരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, മാസ്സലാം.